ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ദിവസം കൂടെ കാണുവാനൊക്കെ കൊണ്ട് ദൈവം നമ്മെ സഹായിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവ വചനത്തിൽ നാം ചിന്തിക്കാൻ തക്കവണ്ണം ഇന്ന് നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ വാക്യമാണ്. ഞാൻ ഇപ്രകാരം വായിക്കുന്നു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഇത് അരുമനാഥനായ യേശു ക്രിസ്തു അരുളി ചെയ്തതായ ഒരു വചനമാണ്. എന്നാൽ ഇന്നത്തെ കാലത്തെ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ച് വളരെ നിസ്സാരമായിട്ട് കരുതുകയും അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. എന്നാൽ 1901 ഈ പുരാവസ്തു ഗവേഷകർ പല ഭാഗത്ത് പല കാര്യങ്ങളും അന്വേഷിച്ച് നടന്ന കൂട്ടത്തിൽ അവര് ഒരു ശില കാണുവാനൊക്കെ സാധിച്ചു. ഈ അത് ബിസോൾട്ട് എന്ന് പറയുന്ന ഒരു വസ്തുവിൽ നിർമ്മിച്ചതായ ഒരു ശിലയാണ്. ആ ശിലയ്ക്ക് ഏകദേശം 7 അടി നീളവും 7 അടി ഉയരവും 5 അടി വീതിയുമുണ്ട്. അതിൽ എഴുതപ്പെട്ടിരുന്ന ക്യൂണിഫോം എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. അതിന് പറയുന്നത് ബാബിലോണിയൻ കോഡ് ഓഫ് ലോ എന്നാണ്. അതിനെക്കുറിച്ച് അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ BC 1750 അവര് കണ്ടുപിടിച്ചതായ തീയതി. അപ്പൊ അത് മോശ ദൈവത്തിന്റെ കൽപ്പന നൽകുന്നതിന് മുൻപേ ഉള്ളതായ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നിരുന്നാലും ഈ പറയപ്പെട്ടതായ ഹമ്മുറാബിക്ക് കോഡിൽ നാം ദൈവത്തിന്റെ വചനത്തിൽ അല്ലെങ്കിൽ 10 കൽപ്പനയിൽ കാണുന്നതായ ചില കാര്യങ്ങൾ കാണപ്പെടുന്നില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി എന്ന് നാം വായിക്കുന്ന പോലെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്നില്ല. അതിന് പകരം അവര് ഏതോ ചില നിയമങ്ങൾ, മാനുഷികമായ നിയമങ്ങൾ ഇതിലുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ നിയമങ്ങളാണ്. അപ്പൊ അതിനാണ് ഹമ്മുറാബിക്ക് കോഡ് എന്ന് പറയുന്നത്. ആ ഒരു കോഡ് പാപത്തെക്കുറിച്ച് അനുശാസിക്കുന്നില്ല. എന്നാൽ നാം പഠിക്കുന്നത് കൽപ്പനാലംഘനം പാപം എന്നാണ്. ഇപ്പൊ ഈ കൽപ്പനാലംഘനം പാപമാണെങ്കിൽ ആ കൽപ്പനയെ കുറിച്ച് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ കൽപ്പനയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. കൽപ്പന എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളിലുള്ളതായ കറകളെ അല്ലെങ്കിൽ കുറ്റങ്ങളെ അത് എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യനാൽ പാപവും അതിന്റെ ശേഷം എല്ലാവരിലേക്കും പാപം കടന്നു. ആ പാപത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജാതനായത്. അപ്പൊ ആ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട്. അപ്പൊ അത് പ്രാപിപ്പാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൽപ്പനയും യേശുവിന്റെ വിശ്വാസവും കാത്തുകൊള്ളുന്നവരായി തീരണം. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന നമുക്ക് നൽകിയിരിക്കുന്നത് മാനവരാശിയുടെ രക്ഷയ്ക്കും അത് മാത്രമല്ല നല്ല നടത്തിപ്പിനുമാണ്. അപ്പൊ ആ നല്ല നടത്തിയ സമൂഹത്തിലും ആയാലും വ്യക്തിപരമായ ഇടപാടുകളിലായാലും എല്ലാം കൊണ്ടും ദൈവത്തിന്റെ കൽപ്പനയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. അപ്പൊ ആ ദൈവത്തിന്റെ കൽപ്പനയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുമ്പോൾ അത് നമ്മെ നന്മയിലേക്ക് നയിക്കും. പ്രത്യേകിച്ച് പറയുമ്പോൾ കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി. എന്തിനു വേണ്ടിയാണ്? ഈ പാപ സംബന്ധമായ എല്ലാ കാര്യത്തിലും മരിച്ച് നമ്മെ നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ്. ആയതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എഴുതപ്പെട്ടതായി വചനത്തിൽ നിന്ന് വായിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പന പരിശുദ്ധമാണ്, വിശുദ്ധമാണ്, അത് നിത്യമാണ്, അതിനെ നാം പാലിക്കണം. ആ ഒരു കാര്യത്തെയാണ് ഇന്ന് നാം ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ പ്രഭാവം തുടങ്ങുമ്പോൾ കണിശമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ളതായ പ്രാധാന്യം, ദൈവകൽപ്പനയുടെ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് ഇത് യേശുക്രിസ്തു പറഞ്ഞ അനുസരിക്കുകയാണെങ്കിൽ ഒരു വള്ളിയാകട്ടെ പുള്ളിയാകട്ടെ. അപ്പൊ അവിടെ നമുക്കറിയാം മലയാളത്തിൽ നാം വള്ളി ഇടുന്നുണ്ട്, അതുപോലെ പുള്ളി ഇടുന്നുണ്ട്, കുത്തിടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതുപോലെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ദൈവത്തിന്റെ കൽപ്പന. ആയതുകൊണ്ട് അതിനുവേണ്ട പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുത്ത് ഈ ദിവസം ആരംഭിക്കുമ്പോൾ കണിശമായിട്ടും അതിനുവേണ്ടി നാം മനഃപൂർവ്വമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസവും കാത്തുകൊള്ളുന്നവരായി ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. നമുക്ക് ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടതായ വ്യക്തി, അതായത് കുര്യൻ വർഗീസ്, കുറ്റപ്പുഴ പള്ളിയിലുള്ളതായ കുര്യൻ വർഗീസിനെയാണ്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. അദ്ദേഹത്തെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്ക് നമ്മുടെ തലകളെ വണങ്ങി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യും ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ അടികളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നടത്തിപ്പിന് അനുഗ്രഹത്തിനായി യാചിക്കുന്നു. പ്രത്യേകിച്ച് ദൈവകൽപ്പന പാലിക്കുന്നവരായി യേശുവിന് വിശ്വാസമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അടിയങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് കുര്യൻ വർഗീസിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന ആയുസ്സിനും ആരോഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. കൂടുതലായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ജീവിക്കാൻ സഹായിക്കണമേ. അതുപോലെ ഇന്ന് ജന്മദിനമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പേര് പറയപ്പെട്ടില്ലെങ്കിലും അവരുടെയൊക്കെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ഞങ്ങൾ ധാരാളമായി ചൊരിയണമേ. എല്ലാം യേശുവിൽ കൊടുത്ത ആഴ്മയോടും
വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ ഒരു ദിവസം നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.